കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്കായി ഒരു ദൈവദിന ഭാഗം വായിക്കുന്നു. 1 ശമൂവേലിന്റെ പുസ്തകം എന്റെ 1-ാം അധ്യായം എന്റെ 27-ാമത്തെ വാക്യം. ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നാം ചിന്തിക്കുന്ന വചനം എന്ന് പറയുന്നതും വായിച്ച വചനം തന്നെയാണ്. ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു. ഹന്നയുടെ ഹൃദയത്തിൽ നിന്ന് ആഴമേറിയ ഒരു പ്രാർത്ഥന ദൈവസന്നിധിയിൽ വെളിപ്പെടുന്നതും അവളുടെ ആഴമേറിയ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുക്കുന്നതും അത് തന്നെയല്ല, അവളുടെ ഹൃദയത്തിൽ അവൾ അനുഭവിച്ച മനോവേദനകൾക്കും മനോവ്യസനങ്ങൾക്കെല്ലാം മറുപടി കിട്ടി. അവളിൽ വളരെ സന്തോഷം ഉളവാക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ഹന്നയെ ദൈവം കൊണ്ടുവന്നു. സ്തോത്രം. ആ സാഹചര്യത്തിൽ ഹന്നയ്ക്ക് പറഞ്ഞറിയിക്കുവാനാവാത്ത വിധത്തിൽ അവളുടെ ഹൃദയത്തിൽ ആനന്ദവും സന്തോഷവും ജീവിതത്തിൽ സമാധാനവും, തന്നെ നിന്ദിക്കുന്ന പരിഹസിക്കുന്ന പ്രതിയോഗിയുടെ മുമ്പിൽ തല നിവർത്തി നിൽക്കുവാനും ഹന്നയ്ക്ക് കഴിഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രക്തജയം. അതുകൊണ്ട് ഈ ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ട് ഈ ശ്രോതാവി, ഹന്നയെപ്പോലെ ജീവിതത്തിൽ കടന്നു പോകുന്ന അനവധി ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. ഒരു തലമുറ ഇല്ലാത്തതിന്റെ പേരിൽ വളരെ നിന്ദിക്കപ്പെട്ട്, അപമാനിക്കപ്പെട്ട്, പരിഹസിക്കപ്പെട്ട്, ഒറ്റപ്പെട്ട്, ജീവിതം പോലും മടുത്ത് നിരാശപ്പെട്ട് എന്തിനു ജീവിക്കുന്നു എന്നൊക്കെയുള്ള ചിന്തയോടെ കഴിഞ്ഞു പോകുന്നവരുണ്ട്. പ്രൈസ്. തലമുറ ഇല്ലാത്തതിന്റെ പേരിൽ പല വിവാഹ ബന്ധങ്ങളും അവൻ തകർന്നുപോയി, പലതും ഡിവോഴ്സ് ചെയ്തു, പല കുടുംബത്തിനകത്ത് ഇടർച്ചകളാണ്. അല്ലേരി അങ്ങനെയുള്ള സാഹചര്യത്തിൽ കഴിഞ്ഞു പോകുന്ന ജനങ്ങളുമുണ്ട്. പ്രൈസോ. അങ്ങനെ വ്യത്യസ്തമായ കാരണങ്ങൾ. ഹന്നയ്ക്ക് ഇവിടെ തലമുറ ഇല്ലാത്തതിന്റെ പേരിലാണെങ്കിൽ മറ്റുള്ള പല വിഷയങ്ങളാൽ ഭാരപ്പെടുന്ന അനവധി സഹോദരിമാർ സഹോദരന്മാർ നമ്മുടെ ഇടയിലുണ്ട്. അല്ലേലിയ. അങ്ങനെയുള്ളവരുടെ ദൈവത്തിന്റെ ആത്മാവിനെ പറയുവാനുള്ള ശക്തമായ ദൂത് എന്ന് പറയുന്നത്, ഹന്ന ഹൃദയത്തിൽ നിന്റെ ആഴങ്ങളിൽ നിന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചതുപോലെ നിങ്ങളും പ്രാർത്ഥിക്കാൻ തയ്യാറാകുകയാണെങ്കിൽ നിങ്ങളുടെ വേദനകളെല്ലാം മാറ്റിത്തരുമെന്ന് നമ്മുടെ കർത്താവിന് കഴിയും. രക്തജയം. ഞാനത് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും, ഞങ്ങൾ ഇത്രയും കാലം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ പാസ്റ്റർ ചോദിക്കും. ശരിയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങൾ ഏകാഗ്ര ഹൃദയത്തോടെ, നിർമ്മലത ഹൃദയത്തോടെ, നിർമ്മല മനസ്സോടെ, സത്യസന്ധമായി ദൈവസന്നിധിയിൽ വേറിട്ടിരുന്ന നിങ്ങളുടെ ചിന്തകളെല്ലാം നീക്കിക്കളഞ്ഞിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഹൃദയത്തിലുള്ള എല്ലാ പരിഭവങ്ങളും ദുഃഖങ്ങളും എല്ലാം മാറ്റിക്കളഞ്ഞ് നിങ്ങളും ദൈവമായിട്ട് മാത്രം ഇരിക്കണം. പ്രൈസ്. നിങ്ങൾ ദൈവമായിട്ട് മാത്രം ചേർന്നിരിക്കണം. അതിനിടയിൽ ആരും നിങ്ങളെ അസ്വസ്ഥപ്പെടുത്താൻ പാടില്ല. അങ്ങനെ നിങ്ങൾ ഏകാഗ്രതയോടെ, നിർമ്മലതയോടെ ദൈവസന്നിധിയിൽ ഏകനായിട്ടിരുന്ന് പ്രാർത്ഥിക്കുവാൻ കർത്താവ് നിങ്ങളോട് സംസാരിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും ദൈവം നിങ്ങളോട് സംസാരിക്കും. കർത്താവ് നിങ്ങളോട് സംസാരിക്കും. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുക തന്നെ ചെയ്യും. പ്രൈസ്. ഹന്നയെ പോലെ സന്തോഷിപ്പാൻ കഴിയുമെന്നുള്ള യാഥാർത്ഥ്യം ഇന്ന് പകൽ നിങ്ങൾ തിരിച്ചറിയുക. രക്തജയം. പ്രൈസലോ. ഇന്ന് പകൽ തലമുറയില്ലാത്ത പ്രിയപ്പെട്ടവർ ആദ്യമായി ഞാൻ പറയട്ടെ, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ തലമുറകളെ തന്നനുഗ്രഹിക്കാൻ പോവുകയാണ്. പ്രൈസോ. ഹന്നയുടെ ജീവിതത്തിൽ അങ്ങനെ ദൈവം ചെയ്തത്. അവൾ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചെങ്കിലും പിന്നത്തേത് തലമുറകളെ ദൈവം കൊടുത്തു എന്നുള്ളതാണ്. അത് നിങ്ങളുടെ ജീവിതത്തിന് യാഥാർത്ഥ്യമാകുന്നു എന്നുള്ള ആ സത്യമായ ആ സ്തോത്ര കാര്യത്തെ നിങ്ങൾ തിരിച്ചറിയണം. പ്രൈസ്. ഹന്നയുടെ കരച്ചിൽ കേട്ട ദൈവമെന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. സ്തോത്രം. അതിനൊന്നും നിഷേധിക്കാനും കഴിയില്ല. ഹന്നയുടെ കരച്ചിൽ കേട്ട ദൈവം, ഹല്ലേലൂയ, നിങ്ങളുടെ കരച്ചിൽ കേൾക്കുന്ന ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം പുത്രസൗഭാഗ്യം ഇല്ലാതിരിക്കുന്നത് ദൈവശാപമായി അക്കാലത്ത് ജനങ്ങൾ വിശ്വസിച്ചിരുന്നു എന്നുള്ളതാണ്. ഹന്നയുടെ കാലഘട്ടത്തിൽ പുത്ര സൗഭാഗ്യമില്ലാത്തത് അത് ശാപമായിരുന്നു എന്നാണ് അന്ന് ജനങ്ങൾ വിശ്വസിച്ചിരുന്നത്.
അതിനാൽ മറ്റു സ്ത്രീകൾ മച്ചിയായ സ്ത്രീയെ ആക്ഷേപിക്കുമായിരുന്നു. കുട്ടികളില്ലാത്തവരെ മറ്റുള്ള സ്ത്രീകൾ, അന്നേരം കുട്ടികളുള്ള സ്ത്രീകൾ ആക്ഷേപിക്കുമായിരുന്നു. ഹല്ലേലൂയ. പക്ഷെ ഹൃദയം ഉരുകി ഹന്ന ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ പുരോഹിതനായ ഏലി അവൾ ലഹരി പിടിച്ചിരിക്കുകയാണെന്ന് തെറ്റിദ്ധരിച്ച് സംസാരിക്കുക. മറ്റുള്ളവരുടെ തന്റെ പ്രതിയോഗിയായിരിക്കുന്ന പെനീനയുടെ ആക്ഷേപവാക്കുകൾ, പരിഹാസവാക്കുകൾ കേട്ടിട്ട് ഹന്ന മനോവിശ്രത്തോടുകൂടി ദൈവസന്നിധി പ്രാർത്ഥിച്ചപ്പോൾ അത് കണ്ട ഏലി പുരോഹിതനും തോന്നി ഇവൾ വീഞ്ഞു കുടിച്ചതാ, ലഹരി പിടിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ഹൃദയത്തിന്റെ ഭാരവും വേദനകളും മറ്റൊരാൾക്ക് മുഴുവൻ മനസ്സിലാക്കണമെന്നില്ല. ഹന്നയുടെ ഹൃദയത്തിന്റെ വേദനകളും ഭാരങ്ങളും ദുഃഖങ്ങളും അവൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ ഒരുപക്ഷെ ഏലി പുരോഹിതന് പോലും മനസ്സിലാകണമെന്നില്ലെന്ന്. എന്ന് പറഞ്ഞ പോലെ സഹോദര സഹോദരി, നിങ്ങൾ അനുഭവിക്കുന്ന മനോവേദനകളും ദുഃഖങ്ങളും ഒക്കെ നിങ്ങളുടെ ഭർത്താവ് അറിയണമെന്നില്ല, നിങ്ങളുടെ ഭാര്യ അറിയണമെന്നില്ല, നിങ്ങളുടെ മക്കൾ പോലും അത് ശരിക്കും അറിയണമെന്നില്ല. നിങ്ങളെ സ്നേഹിക്കുന്നവരും നിങ്ങളുടെ കൂട്ടുകാരും ബന്ധുക്കളും നിങ്ങളുടെ സന്തത സഹചാരികളൊന്നും നിങ്ങളുടെ മനോവേദന നന്നായി അറിയണമെന്നില്ല. ഹല്ലേലൂയ. അവർക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വരത്തില്ല. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഞാനൊരു ഇതിനോട് അനുബന്ധമല്ലെങ്കിലും ഹല്ലേലൂയ, ഞാൻ മറ്റൊരു ഉദാഹരണം നിങ്ങളോട് പറയാം. ഭാര്യയും ഭർത്താവും കൂടെ ഒന്നിച്ച് ജീവിക്കുന്ന വീട്. ഹല്ലേലൂയ. അവർ ജീവിക്കുന്നവർക്കും മക്കളും ആകും. അപ്പം ഭാര്യയായി, മക്കളായി, ഭർത്താവായി, കുടുംബമായി കഴിഞ്ഞാൽ പിന്നെ ഭർത്താവിന് ഉത്തരവാദിത്വമുണ്ട്, ഭാര്യയ്ക്ക് ഉത്തരവാദിത്വമുണ്ട്. മക്കൾ പിന്നെ പഠിക്കുന്നവരൊക്കെ ആണെങ്കിൽ അവരെ സ്കൂളിൽ ഒരുക്കി അയക്കുക എന്നൊക്കെ ഉള്ളത് മാതാവിന്റെ കടമയും കൂടാണ്. ഇപ്പൊ രാവിലെ സമയത്ത് എഴുന്നേറ്റ് ഭർത്താവ് ജോലിക്ക് പോകും. ഭർത്താവിനെ വിളിച്ചെഴുതിപ്പിച്ച് കട്ടൻ കാപ്പിയൊക്കെ കൊടുത്ത്, ഭക്ഷണമൊക്കെ കൊടുത്ത്, വസ്ത്രമൊക്കെ എടുത്തു കൊടുത്ത്, കൊണ്ടുപോകാനുള്ള ഭക്ഷണമൊക്കെ കൊടുത്ത് ഭർത്താവിന്റെ കാര്യങ്ങളെല്ലാം നടത്തി ഭാര്യ രാവിലെ ഭർത്താവിനെ യാത്രയായിരിക്കും ജോലിക്ക്. അങ്ങനെ ഭർത്താവ് ജോലിക്ക് പോകും. അത് കഴിയുമ്പം പിന്നെ മക്കളെ പഠിക്കാനായിട്ട് അയക്കുക. പിന്നെ ഉടനെ മക്കളെ ഒരുക്കാൻ തുടങ്ങി. അവരെ തീറ്റിപ്പിച്ച് കുടിപ്പിച്ച് അവളെ ഒരുക്കിയെടുത്ത് അവരെ സ്കൂളിലേക്ക് മക്കളെയും പറഞ്ഞയക്കും. അത് കഴിഞ്ഞ് വരുമ്പോൾ വീട്ടിലെ തുണികളെല്ലാം തിരുമ്പണം, വീട്ടിലെ പാത്രങ്ങളെല്ലാം കഴുകണം, വീട്ടിലെ മുറ്റമെല്ലാം അടിച്ചു വാരണം. അങ്ങനെ ഒത്തിരി ജോലികൾ നമ്മുടെ സഹോദരിമാർ ഈ ഭവനത്തിൽ ചെയ്യും. അല്ലേ, അവർക്കൊരുപക്ഷെ ഒന്ന് ഇരിക്കാൻ പോലും സമയം കിട്ടണമെന്നില്ല. അത്രമാത്രം ജോലി ചെയ്യുന്ന സൗകര്യമാരുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിലല്ല കേട്ടോ, ഇന്നത്തെ കാലഘട്ടം നേരെ തിരിച്ചുകൂടാ കേട്ടോ. എന്നാൽ അങ്ങനെയുള്ളവർക്കുണ്ട്. എല്ലാവരെയും അങ്ങനെ അവർ കഠിനമായ ജോലികളൊക്കെ ചെയ്ത് കാലൊന്ന് വിശ്രമിക്കാൻ ഇടമില്ലാതെ, സമയമില്ലാതെ ജോലികൾ ചെയ്ത് വൈകിട്ട് സ്വന്തം ഭർത്താവ് വരുന്നത് നോക്കി അല്ലേരി ഇരിക്കുന്ന അനവധി സഹോദരിമാരുണ്ട്. അങ്ങനെ വൈകിട്ട് ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഒരുപക്ഷെ നാലൊക്കെ അടിച്ചിട്ടായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ലഹരിയൊക്കെ അടിച്ചിട്ടായിരിക്കും വരുന്നത്. വന്നു കഴിഞ്ഞുകൊണ്ട് ഭർത്താവ് വരുന്ന കാര്യത്തിനനുസരിച്ച് തുള്ളിക്കൊടുത്തില്ലെങ്കിൽ അപ്പൊ ഭർത്താവ് ചോദിക്കുന്ന കാര്യം, നീ ഇന്ന് പകൽ മുഴുവൻ എവിടെ ആയിരുന്നു, നീ എന്നോടൊക്കെ ആയിരുന്നു, നീ ഇവിടെ എന്താ ചെയ്യായിരുന്നു, നിനക്ക് എന്തായിരുന്നു ഇവിടെ ജോലി എന്നൊക്കെ ചോദിച്ച് ഭാര്യമാരെ വേദനിപ്പിക്കുന്ന അനവധി ഭർത്താക്കന്മാരെ, മക്കളെ വരെ കാണാം. പ്രേക്ഷണം എന്ന് പറഞ്ഞാൽ അവർ പകൽ മുഴുവൻ കിടന്ന് കഷ്ടപ്പെട്ടതും അവർ അധ്വാനിച്ചതും അവർ വേദനിക്കപ്പെട്ടതൊന്നും ഭർത്താവ് മനസ്സിലാക്കണമെന്നില്ലെന്ന്, മക്കൾ മനസ്സിലാക്കണമെന്നില്ലെന്ന്. വീട്ടിനകത്തിരിക്കുന്ന ഭാര്യമാരുടെ വേദനകൾ, സങ്കടങ്ങൾ. ഭർത്താക്കന്മാർ രാവിലെ പോയി ജോലി ചെയ്തൊന്നി കിട്ടുന്ന പൈസ കൊണ്ട് വെള്ളം അടിച്ചിട്ട് വരും, എന്നെ ലഹരി അടിച്ചിട്ട് വരും, ചിലപ്പോൾ ഒന്നും കുടിക്കാതെ വരുന്നവരുണ്ട്, ചിലപ്പോൾ അത് ചൂതാടിയിച്ച് വരുന്നവരുണ്ട്, ചിലപ്പോൾ അത് കളഞ്ഞിട്ട് വരുന്നവരുണ്ട്, അങ്ങനെയൊക്കെ വരുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്കൊന്നും ഹല്ലേലൂയ വീട്ടിലെ സഹോദരിമാരുടെ മാനസിക വേദന അറിയണമെങ്കിൽ ഇത് തന്നെയാണ്. ഹന്നെ അനുഭവിക്കുന്ന വേദന എന്താണ്? അവൾക്കൊരു പുത്രനില്ല, ഒരു കുട്ടിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ കുട്ടികളില്ലാത്ത സ്ത്രീകളെ വളരെ ആക്ഷേപിക്കും. അതുകൊണ്ട് തന്നെ പെനീന ഇവളെ വളരെ ആക്ഷേപിക്കുക, പ്രതിയോഗിയായിട്ട് നിന്ന് ഇവളെ വളരെ വേദനിപ്പിക്കുക തന്നെ. അതുകൊണ്ട് അവൾ മനോവ്യസനത്തോടെ പ്രാർത്ഥിച്ച പ്രാർത്ഥന പോലും ഏലി പുരോഹിതന് മനസ്സിലാകില്ല എന്ന് പറഞ്ഞ പോലെ എന്നെ കേൾക്കുന്ന സ്നേഹിത, നിങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യത്തെ നിങ്ങൾ മനസ്സിലാക്കി നോക്കണം. പ്രൈസറോ, നിങ്ങൾ ആരും മിടുക്കനാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ചിലരെ ആൾക്കാരെയൊക്കെ ചിന്തിച്ചു, ചിലരെയൊക്കെ സംസാരിച്ച് അവര് മാത്രം മിടുക്കന്മാരെ, ബാക്കിയുള്ളവരെല്ലാം പൊട്ടന്മാരാന്നാ പറയുന്നത്. അങ്ങനെയുള്ള ഒരുപാട് പേരോട് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ അവിടെയൊക്കെ താഴ്ത്തു കൊടുക്കും. കാരണം നമ്മൾ കുറച്ചങ്ങനെ പൊട്ടനം കളി ചെയ്തു. ചിലരൊക്കെ വന്നിട്ട് ഞാൻ ഭയങ്കര മിടുക്കനാണ്, ഞാൻ വലിയ ജ്ഞാനിയാണ്, തത്വജ്ഞാനിയാണ്, പണ്ഡിതനാണ്, പാമ്പനാണ്, വാഗ്നിയാണ്,
എനിക്കെല്ലാം അറിയാം, എൻ്റെ കയ്യിലൂടെയാണ് ഈ ലോകം നിയന്ത്രിക്കുന്നത്, ഞാനാണ് ഈ ഭൂമിയെ തിരിക്കുന്നതൊക്കെ വെറുതെ വാച്ച് പഠിക്കുന്ന അനവധി ആളുകളുണ്ട്. സ്തോത്രം. അവരോട് നിങ്ങൾ വായിട്ട് അലയ്ക്കാൻ നിൽക്കരുത് കേട്ടോ. ഫ്രൈസ്, ഞാനത് പറഞ്ഞു വെച്ചു എന്ന് മാത്രം. എന്നെ കേൾക്കുന്ന പ്രശ്നം ഇതാ, നിങ്ങളുടെ മനസ്സിന്റെ വേദനകൾ അറിയുവാൻ ഒരുപക്ഷെ നിങ്ങളുടെ സഭയുടെ നേതാവിന് അറിഞ്ഞെന്ന് വരുന്നില്ല. നിങ്ങളുടെ വേദനകൾ അറിയുവാൻ നിങ്ങളെ സ്നേഹിക്കുന്ന ആർക്കും അത് മനസ്സിലാകണമെന്നില്ല. ഏലി പുരോഹിതന് ഹന്നയുടെ മനോവേദന തിരിച്ചറിയാൻ കഴിയാതെ പോയതുപോലെ നിങ്ങളുടെ ദുഃഖങ്ങൾ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നവരാണ് ഈ ഭൂമിയിലുള്ള എല്ലാവരും. രക്തം ചെയ്യും. എന്നാൽ നിങ്ങളുടെ മനസ്സിന്റെ വേദനകൾ അറിയുന്നവൻ, നിങ്ങളുടെ സങ്കടങ്ങൾ അറിയുന്നവൻ, നിങ്ങളുടെ ദുഃഖങ്ങൾ അറിയുന്നവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. അത് കർത്താവായ യേശുക്രിസ്തുവാണ്. പ്രൈസറോ. വിശ്വസിക്കുന്നെങ്കിൽ കരമൊക്കെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട് പ്രിയ സഹോദര സഹോദരി. നിന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളിൽ, നിന്റെ ജീവിതത്തിന്റെ വേദനകളിൽ നിന്നെ നന്നായി അറിയുന്നവൻ യേശു മാത്രമാണ്. സ്തോത്രം. എന്നെ കേൾക്കുന്ന മാതാവേ, ജീവിതത്തിൽ എത്ര കാലമായി നീ ഒറ്റപ്പെട്ട് കഴിയുന്നു? നിന്റെ ജീവിതത്തിൽ സന്തോഷം, സമാധാനം, സ്വസ്ഥത അനുഭവിക്കാൻ കഴിയാതെ ഒന്നിച്ച് കുടുംബത്തിലിരുന്ന് പ്രാർത്ഥിച്ചിട്ട്, ഒന്നിച്ച് കുടുംബത്തിൽ ഭക്ഷണം കഴിച്ചിട്ട്, സ്നേഹത്തോടൊരു വാക്ക് സംസാരിച്ചിട്ട്, സ്നേഹത്തോടൊരു വാക്ക് പറഞ്ഞിട്ട്, സ്വന്തം ഭാര്യ എന്നുള്ള നിലയിൽ ഒരു വാത്സല്യം തന്നിട്ട്, സ്നേഹം തന്നിട്ട്, അല്ലെങ്കിൽ നീ എത്ര കാലമായി ദുഃഖം അനുഭവിക്കുന്നത്? നിന്റെ മനസ്സിന്റെ വേദന അറിയാൻ നിന്റെ കുടുംബത്തിലുള്ള നിന്റെ പ്രിയപ്പെട്ടവന് കഴിഞ്ഞത് വരത്തില്ല. ഹല്ലേലൂയ. അവർക്ക് അവരുടെ കാര്യം. ചിലർ പറയുന്നില്ല എനിക്കെന്റെ കാര്യം നോക്കണമെന്ന്. എല്ലാരും അങ്ങനെ എനിക്കെന്റെ കാര്യം നോക്കണമെന്ന് എല്ലാരും. അതല്ല ജീവിതം കേട്ടോ. രക്തം ചെയ്യും. എന്റെ കാര്യം നോക്കണം. ഞാനായി, എന്റേതായി, എന്റെ കാര്യമായി, എന്റെ കുടുംബമായി, എന്റെ ജീവിതമായി, എന്റെ ജോലിയായി, എന്റെ മക്കളായി, എന്റെ സമ്പത്തായി, എന്റെ പണമായി, എന്റെ വണ്ടിയായി, എന്റെ വീടായി എന്നുള്ളതല്ല ജീവിതം. മറ്റുള്ളവന്റെ മാനസിക നിരകൾ, മറ്റുള്ളവന്റെ മാനസിക വേദനകൾ, അവന്റെ സങ്കടങ്ങൾ എന്തെന്നറിഞ്ഞ് അവനെ കരുതുവാനും സ്നേഹിക്കുവാനും കഴിയുമ്പോഴാണ് നിങ്ങളൊരു മനുഷ്യനായി മാറുന്നത്. രക്തം ചെയ്യും. പ്രൈസ്. രാവിലെ എഴുന്നേറ്റ് സൂട്ടും കൂട്ടും ഒക്കെ ഇട്ട് കുളിച്ച് ഒരുങ്ങി നല്ല പെർഫ്യൂം ഒക്കെ അടിച്ച് നല്ല പൗഡറും ഒക്കെ ഇട്ട് കുളിച്ച് നല്ല ടിപ്പനായി പൊതുവഴി പോയി സ്തോത്രം കടത്തണകളിലിരുന്ന് അല്ലെങ്കിൽ പരിഹാസങ്ങൾ എന്ന് വെറുക്കൂത്ത് വാക്കുകൾ പറഞ്ഞ് ഭവനത്തിലേക്ക് മടങ്ങി ചെല്ലുന്നതല്ല ജീവിതം. ഹല്ലേലൂയ. അവിടെ എവിടെയും പോയിരുന്ന് അതും ഇതൊക്കെ പറഞ്ഞിട്ട് വരുന്നതല്ല ജീവിതം കേട്ടോ. കുടുംബത്തെ നന്നായിട്ട് നോക്കുന്നവനാ യഥാർത്ഥ ജീവിതത്തിന്റെ ഉടമേതമായത്. ഹന്നയുടെ ജീവിതത്തിൽ ഒരുപാട് മാനസിക സംഘർഷങ്ങൾ കിടക്കുകയാണ്. അവൾക്ക് ഒരുപാട് വേദനയാണ്. ഒരു പുത്രസമ്പത്ത് ഇല്ലാത്തതിന്റെ പേരിൽ അവൾ വളരെ വേദനിക്കപ്പെടുകയാണ്. അപ്പൊ ഏലി പുരോഹിതന് പോലും അവരുടെ മാനസികമായി വേദന മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ദൈവം ഉള്ളതുപോലെ കാണുന്നവനാണ്. നമ്മുടെ കർത്താവ് ഉള്ളതുപോലെ കാണുന്നവനാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ ഉള്ള അവസ്ഥയെ നന്നായിട്ട് കാണുന്ന, ഉള്ളതുപോലെ കാണുന്നവൻ യേശുക്രിസ്തു മാത്രമാണ്. ഈ ലോകത്തിൽ ആരും നിന്റെ അവസ്ഥ കണ്ടില്ലെങ്കിലും, നിന്റെ സാഹചര്യം കണ്ടില്ലെങ്കിലും, നീ കടന്നു പോകുന്ന വേദനയുടെ അനുഭവങ്ങൾ ഈ ലോകത്തിൽ ആർക്കും മനസ്സിലായില്ലെങ്കിലും ഉള്ളതുപോലെ കാണുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അവൻ നിന്നെ സമൃദ്ധിയായിട്ട് നിറച്ചനുഗ്രഹിക്കുന്ന ഒരു ദിവസം വരും. രക്തചയം. നീ എത്രമാത്രം ആക്ഷേപിക്കപ്പെട്ടിട്ടുണ്ടോ, എത്രമാത്രം നിന്ദിക്കപ്പെട്ടിട്ടുണ്ടോ, എത്രമാത്രം നീ പരിഹസിക്കപ്പെട്ടിട്ടുണ്ടോ, എവിടെയെല്ലാം നീ തലതാഴ്ത്തി കൊടുക്കേണ്ടി വന്നിട്ടുണ്ടോ, അതിന്റെ നടുവിൽ മാനിച്ചുയർത്തുന്ന ഒരു ദൈവമുണ്ട്. അവൻ നിന്റെ പേർക്ക് പ്രവർത്തിക്കുക തന്നെ ചെയ്യുന്നു. പകലിനെ കേൾക്കുന്ന സങ്കടത്തിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ആത്മാവിന് നിന്റെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. ഉള്ളതുപോലെ അറിയുന്ന ദൈവം നിന്റെ ജീവിത സാഹചര്യങ്ങളെ മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. വേദനയുടെയും ദുഃഖത്തിന്റെ കണ്ണുനീരിന്റെ നടുവിലൂടെ കടന്നു പോകുന്ന ചില സഹോദരി സൗരമാണ് ദൈവത്തിന്റെ ആത്മാവ് പറയുക, ഇന്ന് പകൽ നിന്റെ വിഷയത്തിന് ഒരു മറുപടി നൽകാൻ പോവുക. ഹന്നയുടെ പ്രാർത്ഥന കേട്ട ഒരു ദൈവമുണ്ട്. നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. നിന്റെ പ്രാർത്ഥന കേൾക്കുവാൻ, അതുകൊണ്ട് നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകാൻ പോവുക. രക്തം ചെയ്യാൻ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ സന്നിധി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഏലി പുരോഹിതന് ദൈവാലയത്തിലിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഹന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. രക്തം ചെയ്യാം. ഏലി പുരോഹിതന് ദൈവാലയത്തിലിരുന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഹന്നയുടെ പ്രാർത്ഥനയിലേക്കകത്തെ ദുഃഖം എന്താണെന്ന് മനസ്സിലാക്കാൻ പുരോഹിതന് കഴിഞ്ഞില്ല. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ ഒരിക്കലും ഒരു സഭയിൽ ചെന്ന് ശുശ്രൂഷയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സാമേലിയ വളരെ സന്തോഷത്തോടെ ശുശ്രൂഷയെ കഴിഞ്ഞ് അല്പം കഴിഞ്ഞ് മാറി വിശ്രമിക്കാൻ മീറ്റിംഗ് കഴിഞ്ഞിരിക്കുമ്പോൾ ചില സഹോദരന്മാരും സഹോദരിമാരും ഒക്കെ അതിൽ എടുത്തു വന്ന് അവരുടെ പ്രാർത്ഥന വിഷയങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് അത് കഴിഞ്ഞപ്പോൾ സഭയിലെ പുരോഹിതനുമൊക്കെ കടന്നു വന്നു.
അങ്ങനെ അവരും വന്നിരുന്ന് ചില കാര്യങ്ങൾ സംസാരിച്ച കൂട്ടത്തിൽ ആ പുരോഹിതൻ പറയുക, അവരെല്ലാവരും ഇങ്ങനെ വരുന്ന എല്ലാ ദൈവദാസന്മാരും ഇരിക്കെ ചെന്നവരുടെ കണ്ണുനീരും ദുഃഖങ്ങളും സങ്കടങ്ങളും എല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമെന്ന്. എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ നിരന്തര ശല്യക്കാരിയാണെന്ന് പാസ്റ്റർ പറയുക. കാരണം അല്ലെങ്കിൽ ആ പുരോഹിതനും ആ സഹോദരനും കണ്ണുനീരിന്റെ വേദന മനസ്സിലാകത്തില്ല. അത് തന്നെയാണ് ഇന്ന് സംഭവിക്കുന്നത്. സ്തോത്രം. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നിന്റെ കണ്ണുനീര്, നിന്റെ വേദന, നിന്റെ ഹൃദയം, നിന്റെ ദുഃഖങ്ങൾ എത്രയാണെന്ന് അറിയാൻ ഇന്നത്തെ സമൂഹം, ഇന്നത്തെ ഇടയന്മാർ പോലും ആഗ്രഹിക്കുന്നില്ല. ആഗ്രഹിക്കുന്നവരുണ്ട്, ചുരുക്കം പേരാകട്ടോ. രക്തം ചെയ്യാൻ എല്ലാവർക്കും അല്ലെങ്കിൽ നിങ്ങളുടെ നന്മകൾ മാത്രം മതി. അത് പറയുമ്പോൾ ചിലർക്കൊക്കെ വേദനയുണ്ടാകും. അത് തന്നെയാണ് ഞാനത് പറയും. നിങ്ങളുടെ കയ്യിൽ നിന്ന് നന്മ കിട്ടിയാൽ നിങ്ങളെ സ്നേഹിക്കും. നിങ്ങളുടെ കയ്യിൽ നിന്ന് അനുഗ്രഹം കിട്ടിയാൽ നിങ്ങളെ സ്നേഹിക്കും. നിങ്ങൾ കൊടുക്കുന്നതനുസരിച്ചാണ് നിങ്ങളെ ഇന്നത്തെ കാലഘട്ടത്തിന്റെ സ്നേഹം. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിങ്ങൾ കൈ നിറച്ചു കൊടുത്താൽ, നിങ്ങൾ ഇഷ്ടം പോലെ പോക്കറ്റ് മണി കൊടുത്താൽ നിങ്ങളെ പുരോഹിതന്മാർക്ക് ഇഷ്ടമാണ്. പുരോഹിതന് നിങ്ങളെ ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾ ഇഷ്ടം പോലെ നന്മ കൊടുക്കണം, ഇഷ്ടം പോലെ പണം കൊടുക്കണം. പണം കൊടുക്കുന്ന നിങ്ങളെ എത്രമാത്രം ചേർത്ത് പിടിക്കാമോ അത്രമാത്രം ചേർത്ത് പിടിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങളെ വിളിക്കുകയും നിങ്ങളോട് പറയുകയും നിങ്ങളോട് സംസാരിക്കുകയും നിങ്ങളോട് കാണുമ്പോൾ സന്തോഷത്തോടെ ചിരിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷെ നിങ്ങളുടെ ഇന്ന് നന്മ കുറച്ചേ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളെ കാണുമ്പോൾ മുഖം മറയ്ക്കും, നിങ്ങളെ കാണുമ്പോൾ മാറിപ്പോകാൻ ശ്രമിക്കും. നിങ്ങളെ കാണുമ്പോൾ പറയും, ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കാമെന്ന്. മറ്റവരെ കാണുമ്പോൾ പറയും പ്രാർത്ഥിക്കാൻ സൗകര്യം, നിങ്ങളോട് പറയും ഓർത്ത് പ്രാർത്ഥിക്കാമെന്ന്. അതാണ് മാറ്റം കേട്ടോ. അത് ഈ പുരോഹിതന്മാരായിരിക്കുന്നവരുടെ സംസാര ശൈലിയാണ്. നിങ്ങൾ ഇനി ശ്രദ്ധിച്ചാൽ മതി. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, പക്ഷേ പുരോഹിതന്മാരുടെ ജീവിതത്തിൽ ചെയ്തു വെക്കുന്നത് പറയണമല്ലോ. കാരണം മാനസാന്തരം എല്ലാവർക്കും ഉള്ളതാണ്. മാനസാന്തരം വിശ്വാസികൾക്ക് മാത്രമാണെന്നാ ചിലരുടെ ചിന്ത. ചിലരൊക്കെ ചിന്തിക്കുന്നത് എങ്ങനെയാ പറയുമോ, പാപിയായി ജീവിക്കുന്ന, പാപികളായിരിക്കുന്ന നമുക്ക് ചുറ്റിലുമുള്ള ജനത്തിന് വേണ്ടി മാത്രമുള്ളതാ മാനസാന്തരം എന്നാണ്. ചിലരൊക്കെ ചിന്തിക്കുന്ന വിശ്വാസത്തിലേക്ക് കടന്നു വന്നവൻ മാത്രം മാനസാന്തരപ്പെട്ടുകൊണ്ടിരിക്കണമെന്നാണ്. അങ്ങനെയല്ല പ്രിയ ഇസ്ലാമിക് സഭയുടെ എത്ര വലിയ ഉന്നതനായിരുന്നാലും അവൻ മാനസാന്തരപ്പെടണം. സഭയുടെ എത്ര വലിയ ഉന്നതനായിരുന്നാലും, അത് ക്രൈസ്തവ സമൂഹത്തിൻ്റെതായിരുന്നാലും, പെന്തക്കോസ്ത് സമൂഹത്തിൻ്റെതായിരുന്നാലും, ഹൈന്ദവ സമൂഹത്തിൻ്റെതായിരുന്നാലും, ഇസ്ലാമിക സമൂഹത്തിൻ്റെതായിരുന്നാലും, പുരോഹിതന്മാർ അവർക്കും മാനസാന്തരം ദൈവം വെച്ചിരിക്കുന്നതാണ്. അവരെത്ര ഉന്നതമായി ഉയർന്ന പൊസിഷനിൽ ഇരുന്നാലും അവർ മാനസാന്തരപ്പെടണം. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് കർത്താവായ യേശുക്രിസ്തുവിലുള്ള സൗമ്യതയും താഴ്മയും ഏറ്റുകൊണ്ട് ദൈവസ്ഥലേക്ക് കടന്നു വന്ന് തന്റെ മുമ്പിൽ നിൽക്കുന്ന അനാഥരെയും വിധവരെയും കാണുവാനും കേൾക്കുവാനും, അവരുടെ സങ്കടങ്ങളിൽ ചെന്നവരെ ആശ്വസിപ്പിക്കുവാനും, അവർക്ക് കൈത്താൽ കൊടുക്കാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും, അവരുടെ കണ്ണുനീർ അറിയുവാനും, വേദനകൾ അറിയുവാനും, ദുഃഖങ്ങളിൽ പങ്കുചേരുവാനും, അവർക്ക് ആശ്വാസത്തിന്റെ വാക്കുകളൊക്കെ പറഞ്ഞു കൊടുക്കാൻ കഴിയണമെങ്കിൽ യഥാർത്ഥമായിട്ട് ക്രിസ്തുയേശുവിലൂടെ വീണ്ടും ജന്മം പ്രാപിച്ച മാനസാന്തരപ്പെട്ട പുരോഹിതന്മാർക്ക് മാത്രമേ കഴിയുള്ളൂ. രക്തം ചെയ്യാം. ഈശ്വരോ, നിങ്ങളെ കുറിച്ച് ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പൊ ഹന്നയുടെ പ്രാർത്ഥന കേട്ട ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. രക്തം ചെയ്യും. അപ്പൊ ഈ ഏലി പുരോഹിതന് പോലും ഹന്നയുടെ പ്രാർത്ഥന മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവളുടെ ഹൃദയവേദന മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. എത്ര പരിതാപകരമാണ് ആ പുരോഹിതന്റെ അവസ്ഥയെന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ എന്നെ കേൾക്കുന്ന പ്രൈസിലേക്ക് നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ഈ ഹന്ന പിന്നത്തേതിൽ അവളുടെ പ്രാർത്ഥന ദൈവം കേട്ടു. ഹന്നയുടെ പ്രാർത്ഥന ദൈവം കേട്ടു. ഹന്നയ്ക്ക് ദൈവം ഒരു പുത്രനെ കൊടുത്തു. അവന് ശമൂവേൽ എന്ന് പേരിട്ടു എന്ന് നമ്മൾ വചനം വായിക്കുക. അതുകൊണ്ടാണ് ഹന്ന ഈ വചനം പറഞ്ഞ് ചൊല്ലി പ്രാർത്ഥിച്ചത്. 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യത്തിൽ നിന്ന് വായിച്ച്, ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു. അതെ, അവൾ പ്രാർത്ഥിച്ചതൊരു ബാലന് വേണ്ടിയിട്ടാണ്, ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട്, ഒരു പുത്രന് വേണ്ടിയിട്ടാണ്. ആ പ്രാർത്ഥന യഹോവ കേട്ടു. ആ അപേക്ഷ ദൈവം കേട്ടു. അതിന് മറുപടി ദൈവം കൊടുത്തു. അവളുടെ അപേക്ഷ പോലെ, അവളുടെ പ്രാർത്ഥന പോലെ, അവളുടെ ദുഃഖം അറിഞ്ഞ ദൈവം, അവളുടെ ഉള്ള നന്നായിട്ട് അറിഞ്ഞവൻ, അവളെ ഉള്ളതുപോലെ അറിഞ്ഞവൻ നമ്മുടെ കർത്താവ് യഹോവയായ ദൈവം ഹന്നയ്ക്ക് ദൈവം ഒരു പുത്രനെ കൊടുത്തു, ഒരു ബാലനെ കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നുണ്ട്, ഇസ്രായേലിലെ ന്യായാധിപനും പ്രവാചകനുമായിരുന്ന ഒരു വിശുദ്ധനെ സന്ദർശിക്കുവാൻ നമുക്ക് അതുകൊണ്ടാണ് കഴിഞ്ഞത്. ഹന്നയുടെ പ്രാർത്ഥന കേട്ട് ദൈവം മറുപടി കൊടുത്തത് കൊണ്ട് പിന്നത്തേതിൽ ഇസ്രായേലിലെ ന്യായാധിപതിയും പ്രവാചകനുമായിരുന്ന ഒരു വിശുദ്ധനായ
മനുഷ്യനെ സന്ദർശിക്കുവാൻ, ആ മനുഷ്യനെ കുറിച്ച് പ്രസംഗിക്കുവാനും ഒക്കെ ദൈവം നമുക്ക് അവസരം തന്ന ആ മനുഷ്യന്റെ പേരാണ് ശമൂവേൽ. ദീർഘകാലം കുഞ്ഞില്ലാതെ മച്ചിയായിരുന്ന ഹന്ന ഒരു മകനെ പ്രസവിച്ചു. ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ച് വാങ്ങി എന്ന് പറഞ്ഞ് അവന് ശമൂവേൽ എന്ന് പേരിട്ടുവെന്ന് 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായം 20-ാമത്തെ വാക്യം വായിക്കുന്നുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. അവിടെ ഞാൻ ആ വാക്യം കൂടെ വായിക്കുക. ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഒരു ആണ്ട് കഴിഞ്ഞിട്ട് ഹന്ന ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ച് വാങ്ങി എന്ന് പറഞ്ഞ് അവന് ശമൂവേൽ എന്ന് പേരിട്ടു. രക്തജയം. നിങ്ങൾ ഈ ഭാഗം നിങ്ങൾ കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായിട്ട് കുട്ടികളൊക്കെ ഇല്ലാതെ നിങ്ങൾ ഇരുന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾ ഒരുപാട് നോമ്പുകളും പ്രാർത്ഥനകളും ഒരുപാട് തീർത്ഥാടനങ്ങളും ഒക്കെ നിങ്ങൾ ചെയ്യാറുണ്ട്. എന്നിട്ട് നിങ്ങൾ പറയും, എനിക്കൊരു പുത്രനെ തന്നാൽ, എനിക്കൊരു മകനെ തന്നാൽ ഞാനത് കർത്താവിന് വേണ്ടി നൽകും, കർത്താവിന് വേണ്ടി കൊടുക്കും എന്നൊക്കെ നിങ്ങൾ പലരും നേർച്ച നേർന്നവരുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ കർത്താവ് ഒരു പ്രാർത്ഥന കേട്ട് നിങ്ങളുടെ കുട്ടിയൊക്കെ തന്ന് നിങ്ങളുടെ കുട്ടി വളർന്ന് പഠിച്ച് വിദ്യാഭ്യാസമൊക്കെ ചെയ്ത് ഡിഗ്രിയൊക്കെ എടുത്തു കഴിയുമ്പോൾ അവൻ നല്ല ബിരുദാനന്ദ ബിരുദമൊക്കെ നേടിക്കഴിയുമ്പോൾ അവന് നന്നായിട്ട് നല്ല ജ്ഞാനവും പരിജ്ഞാനവും ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ ഇവരെ കർത്താവിനൊന്നും കൊടുക്കത്തില്ല. നിങ്ങൾ ഇവര് വിദേശത്ത് ജോലിക്ക് പറഞ്ഞേക്കും. അല്ലേ, വിദേശത്ത് ജോലിക്ക് പറഞ്ഞു കഴിഞ്ഞായിരിക്കും. പിന്നെ ചെറുക്കന്റെ ജീവിതത്തിൽ കഷ്ടമായിരിക്കും, പെണ്ണിന്റെ ജീവിതമാണ് കഷ്ടമായിരിക്കും, കഷ്ടപ്പാടായും പുകയായിരിക്കും. പിന്നെ രോഗമാകും, ബന്ധനമാകും, അപകടങ്ങളാകും, അനർത്ഥങ്ങളാകും. പിന്നെ അവനൊന്നുമില്ല, അല്ലെ അവളിൽ മുന്നിൽ മദ്യപാനത്തില്ലെങ്കിൽ ഇവരെ കൂത്തുകളൊക്കെ അകപ്പെട്ടു പോകുന്ന ഒത്തിരി പേരുണ്ട്. കാരണം ദൈവത്തോട് പറഞ്ഞാൽ അത് ചെയ്യണം. ദൈവത്തോട് പറഞ്ഞാൽ അത് ചെയ്തില്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതം വലുതായിരിക്കുമെന്നാണ് ഞാൻ ഈ പറഞ്ഞത് കേട്ടോ. അത് നമ്മുടെ കണ്ണാൽ കണ്ടുകൊണ്ടിരിക്കുന്നതാ. ഇവിടെ ഹല്ലേലൂയ, സ്തോത്രം. ഈ ഹന്ന ദൈവത്തോട് ചോദിച്ച കാര്യം അത് ദൈവം അവൾക്ക് കൊടുത്തു. ആ കൊടുത്ത കുഞ്ഞിന് ദൈവത്തിന്റെ ഹിതപ്രകാരം ഹല്ലേലൂയ അവന് ശമൂവേൽ എന്ന് പേരിട്ടു എന്ന് നമ്മളോട് വായിച്ചത്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ഹന്ന നേർച്ച പ്രകാരം കൊച്ചു പ്രായത്തിൽ തന്നെ അവനെ കർത്താവിന് വേണ്ടി സമർപ്പിച്ചു. യഹോവയുടെ ആലയത്തിലേക്ക് അവരെ കൊടുത്തു. അവിടെ അവർ പുരോഹിതനായ ഏലിക്ക് അവിടെ അവൻ പുരോഹിതനായ ഏലിക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നു എന്നാണ്. ഹല്ലേലൂയ, സ്തോത്രം. ആ വാക്യം നിങ്ങൾ വായിക്കുമ്പം സ്തോത്രം, ഹന്നയ്ക്ക് ദൈവം കൊടുത്ത തന്റെ ഏക മകനാണ്. കാരണം ആ കാലഘട്ടത്തിൽ മക്കളില്ലാത്തതിന് പേരിൽ മച്ചിയായി ഇവളെ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന കാലഘട്ടത്തിൽ അവൾ കരഞ്ഞ് പ്രാർത്ഥിച്ച് അവളുടെ മനോവികസനം കണ്ട് അവളുടെ ഹൃദയം പറഞ്ഞ് അവൾക്കൊരു കുഞ്ഞിനെ ദൈവം കൊടുത്തു. ആ കുഞ്ഞിനെ ദൈവം കൊടുത്തു കഴിഞ്ഞപ്പോൾ അവള് പ്രാർത്ഥിച്ചതുപോലെ തന്നെ ആ കുഞ്ഞിനെ ദൈവത്തിന് കൊണ്ടുവന്ന് സമർപ്പിച്ചു, ആലയത്തിൽ കൊണ്ട് സമർപ്പിച്ചു. ആ വാക്യമാണ് നമ്മൾ കാണുന്നത്. 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ അവനെ യഹോവയ്ക്ക് നിവേദിച്ചിരിക്കുന്നു, അവൻ ജീവപര്യന്തം യഹോവയ്ക്ക് നിവേദിതനായിരിക്കും. അവർ അവിടെ യഹോവയെ നമസ്കരിച്ചു. കണ്ടോ, കുഞ്ഞു വളരാൻ തുടങ്ങി, മുലകുടി മാറിക്കഴിഞ്ഞപ്പോൾ ഹന്ന എന്ത് ചെയ്തു? അവൾ പറഞ്ഞതുപോലെ തന്നെ ആലയത്തിൽ കൊണ്ടുവന്ന് കുഞ്ഞിനെ സമർപ്പിച്ചു. ഏതൊരു മാതാവും ചെയ്യുവാൻ ഒരിക്കലും തയ്യാറാകാത്ത കാര്യം ഹന്നയെ സംബന്ധിച്ച് ചെയ്തു. കാരണം അവൾ എടുത്ത തീരുമാനം വലുതായിരുന്നു. ഹല്ലേലൂയ. അവളുടെ സമർപ്പണം വലുതായിരുന്നു, അവളുടെ പ്രാർത്ഥന വലുതായിരുന്നു. അവൾക്ക് മനസ്സിലായി അവളുടെ പ്രാർത്ഥന ദൈവം കേട്ടു, അവളുടെ അപേക്ഷയ്ക്ക് ദൈവം മറുപടി നൽകി. എനിക്ക് ദൈവം ആദ്യമായി തന്ന എന്റെ ഈ ബാലനെ ഞാൻ യഹോവയ്ക്ക് വേണ്ടി സമർപ്പിച്ചാലും നിവേദിച്ചാലും ആലയത്തിൽ വിട്ടാലും ഹല്ലേലൂയ, എന്റെ ജീവിതത്തിൽ പിന്നെയും മക്കളില്ലാത്ത അനുഭവം വന്നാലും എനിക്ക് മക്കളെ തന്നവൻ, എനിക്ക് ഈ ബാലനെ തന്നവൻ, എനിക്ക് ഈ കുഞ്ഞിനെ തന്നവൻ എന്റെ കർത്താവ് എനിക്ക് വീണ്ടും കുഞ്ഞുങ്ങളെ തരാൻ വലിയവനാണ്, വീണ്ടും കുഞ്ഞുങ്ങളെ തരാൻ വിശ്വസ്തനാണെന്ന് ഹന്നയുടെ ഹൃദയത്തിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ട് കാണും. ചെയ്യും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതേപോലെ ദൈവസന്നിധാനം ചെയ്യുന്നതനുസരിച്ച് ദൈവം പ്രവർത്തിക്കുന്നത്. നിങ്ങൾ ദൈവത്തോട് നീതി പുലർത്തിയാൽ ദൈവം നിങ്ങളോട് നീതി പുലർത്തും. നിങ്ങൾ ദൈവത്തോട് എങ്ങനെ പ്രവർത്തിക്കുന്നു അതനുസരിച്ച് ദൈവം നിങ്ങളോട് ഇടപെടുന്നത് കേട്ടോ. രക്തജയം. ഹന്നയുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ ഉയർന്ന പ്രാർത്ഥന ഇന്നും ലോകം പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഹന്നയുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് വന്ന പ്രാർത്ഥനയുടെ ശബ്ദം, അവൾക്ക് ദൈവം കൊടുത്ത മറുപടി, അവൾക്ക് ദൈവം കൊടുത്ത വിടുതല് ലോകം മുഴുവൻ സന്തോഷിച്ചു കൊണ്ടിരിക്കുന്നു. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ ഹൃദയത്തിന്റെ വേദനകളും ആഴങ്ങളും അറിയുന്ന ഒരു നല്ല കർത്താവുണ്ട്. ഹല്ലേലൂയ. നിന്നെ ആരെല്ലാം കൈവിട്ട് കളഞ്ഞാലും, നിന്നെ ആരെല്ലാം ഉപേക്ഷിച്ച് കളഞ്ഞാലും നിന്നെ ചേർന്ന് പിടിക്കുന്ന ഒരു നല്ല ദൈവമുണ്ടെന്ന് പരിശുദ്ധാത്മാവിന്റെ പകൽ ദൂത് പറയുക. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കും കാണുന്നത്. നിങ്ങൾ ഹല്ലേലൂയ
ആത്മീയ മച്ചിയായിരിക്കരുതെന്ന് പുതിയ നിയമം വായിക്കുമ്പോഴും കൂടെ കാണുന്നുണ്ട്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഹന്നയുടെ ജീവിതത്തിൽ ഒരു കുട്ടിയില്ലാത്തതിന്റെ പേരിൽ അവൾ മച്ചിയാണ്. അല്ലേലിയ. ആ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകി അവൾക്കൊരു കുട്ടിയെ കൊടുത്തു. ഇപ്പോൾ അവൾ മച്ചിയല്ല കേട്ടോ. സ്തോത്രം. ഇപ്പൊ ഹന്ന മച്ചിയല്ല, അവൾ ഒരു കുട്ടിയുടെ അമ്മയാണ്. സ്തോത്രം. എന്ന് പറഞ്ഞ പോലെ തന്നെ പുതിയ നിയമത്തിൽ നിങ്ങൾക്ക് ദൈവം മക്കളെ തന്നു കഴിയുമ്പോൾ, കുട്ടികളില്ലാതിരുന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് ദൈവം കുട്ടികളെ തന്നു കഴിയുമ്പോൾ, പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? പുതിയ നിയമസഭയ്ക്ക് പുതിയ പുതിയ ആത്മാക്കളെ പ്രസവിക്കുന്നവനായി ഹന്നയെ പോലെ പ്രാർത്ഥിക്കുവാൻ കഴിയണം. പ്രൈസ്. നിങ്ങൾക്ക് മക്കളെ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മക്കളിൽ സന്തോഷിച്ച് നിങ്ങൾ ഒതുങ്ങിപ്പോകരുത്. നിങ്ങൾ അധിവസിക്കുന്ന ഭൂമിയിൽ നിങ്ങൾക്ക് ചുറ്റും നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ സഹോദരങ്ങളിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികളുടെ മക്കളിൽ പലരും ആത്മീയമായി വീണ്ടും ജന്മം പ്രാപിക്കാതെ പാപത്തിൽ കിടക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് അവരെ ആത്മാവിൽ അവരോട് ആത്മാവ് ഇടപെടത്തക്ക നിലയിൽ ആത്മഭാരത്തോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആത്മീയ സന്തതികളെ നീ ജനിപ്പിക്കണം. അവിടെ ചുറ്റുവട്ടത്തെ എത്രയോ ലക്ഷങ്ങളാണ് പാപത്തിൽ വീണ് കിടക്കുന്നത്. നിങ്ങൾക്കൊരു കുട്ടിയെ കിട്ടുന്നതുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ച് ഒതുങ്ങരുത്. ആത്മീയ സന്തതിയെ കൂടെ നീ ജനിപ്പിക്കാൻ നീ തയ്യാറാകണം. രക്തം ചെയ്യണം. അതുകൊണ്ടാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഗലാത്യ ലേഖനം വായിക്കുമ്പോൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഗലാത്യ ലേഖനത്തിലേക്ക് ഒരു 4-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അവിടെ ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. അവിടെ ഗലാത്യ ലേഖനം 4:19 ഇങ്ങനെ എഴുതിയിരിക്കുന്നു: എന്റെ കുഞ്ഞുങ്ങളെ, ക്രിസ്തു നിങ്ങൾ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നു. അല്ലേ? ക്രിസ്തു നിങ്ങൾ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നു. നോക്കിയ പൗലോസിന്റെ ഹൃദയഭാരമാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. പൗലോസിന്റെ ഹൃദയത്തിന്റെ ഭാരം. പൗലോസ് എന്ന് പറയുന്ന ശക്തനായ ശുശ്രൂഷകൻ, ദൈവം വേർതിരിച്ച അപ്പോസ്തലൻ, കർത്താവിന്റെ പ്രത്യേകമായ കാര്യങ്ങൾക്കായി നിയോഗിക്കപ്പെട്ടവൻ, തന്റെ ആത്മീയ ജീവിതത്തിനകത്ത് തന്റെ ഹൃദയത്തിലെ ആത്മീയ സന്തതി ജനിക്കണമെന്നുള്ള, ആത്മീയ സന്തതികളെ ജനിപ്പിക്കണം എന്നുള്ള ഹൃദയത്തിന്റെ ആഴമേറിയ ആഗ്രഹത്തെ പൗലോസ് പറയുന്നത്, എന്റെ കുഞ്ഞുങ്ങളിൽ ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം. എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, നിന്റെ ചുറ്റുവട്ടത്തുള്ള നിന്റെ കുടുംബത്തിലുള്ള യേശുവിനെ അറിയാത്ത സകല ജനങ്ങളിലും ക്രിസ്തു ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നു. പറഞ്ഞ പ്രസവവേദന അനുഭവിക്കുന്ന ഒരു സ്ത്രീയെ പോലെ നീ അവർക്ക് വേണ്ടി കണ്ണുനീരോടെ നിന്ന് പ്രാർത്ഥിക്കണമെന്ന്. പ്രസവവേദനപ്പെടുന്ന ഒരു സ്ത്രീയുടെ അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ. ആ പ്രസവവേദനപ്പെടുന്ന സ്ത്രീ എത്രമാത്രം വേദന അനുഭവിച്ചിട്ടാണ് ആ കുഞ്ഞിനെ പ്രസവിക്കുന്നത്. അതുപോലെ തന്നെ പാപത്തിൽ വീണ് കിടക്കുന്ന, ശാപത്തിൽ വീണ് കിടക്കുന്ന ജനത്തിന് വേണ്ടി നീ പ്രസവവേദനപ്പെടുന്ന പോലെ നീ പ്രാർത്ഥിക്കണമെന്ന് പൗലോസ് പറയാ. എന്ത് ആത്മഭാരമാണ്! രക്തം ജയം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിങ്ങൾ പുതിയ പുതിയ ആത്മാക്കളെ ജനിപ്പിക്കുവാൻ, പുതിയ പുതിയ ആത്മാക്കളെ പ്രസവിക്കുവാൻ ഹന്നയെ പോലെ നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ കഴിയണമെന്ന്. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ വായിച്ചത് രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ യെശയ്യാ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം നാം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമുണ്ട്. യെശയ്യാ പ്രവാചകൻ കർത്താവിന് വേണ്ടി വളരെ പ്രയോജനപ്പെട്ട വ്യക്തിയാണ്. കർത്താവിന് വേണ്ടി ഒരുപാട് ഉപയോഗിക്കപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഭാര്യയുണ്ടും മക്കളൊക്കെ ആയി കഴിയുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്: ഇത് ഞാനും യഹോവ എനിക്ക് തന്ന മക്കളും സിയോൻ പർവ്വതത്തിൽ അധിവസിക്കുന്ന സൈന്യങ്ങൾ യഹോവയാൽ ഇസ്രായേലിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ആയിരിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ ജീവിതത്തിൽ ദൈവം കൊടുത്ത നന്മകൾ ഓർത്ത്, ദൈവം കൊടുത്ത മക്കളെ ഓർത്ത്, തന്റെ ഭാര്യയെ ഓർത്ത് അദ്ദേഹം പറയുക, യഹോവ ഇതാ ഞാനും യഹോവ എനിക്ക് തന്ന മക്കളും സിയോൻ പർവ്വതത്തിൽ അധിവസിച്ച സൈന്യങ്ങൾ യഹോവയാൽ ഇസ്രായേലിൽ അടയാളങ്ങളും അത്ഭുതങ്ങളുമായിരിക്കുന്ന. ഹല്ലേലൂയ. അതേ, ഹന്നയുടെ ജീവിതത്തിൽ ശമൂവേൽ ഒരു അടയാളവും അത്ഭുതമായി മാറിയതുപോലെ, ഹല്ലേലൂയ, പിന്നത്തേതിൽ ഹന്നയുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ വാതിലുകൾ ദൈവം തുറന്നു കൊടുത്തതുപോലെ എന്നെ കേൾക്കുന്ന സ്നേഹിത, യെശയ്യാവിനെ അനുഗ്രഹിച്ച ദൈവം, ഹന്നയെ അനുഗ്രഹിച്ച ദൈവം നിന്നെയും അനുഗ്രഹിപ്പാൻ ദൈവം ആഗ്രഹിക്കുക. ഹന്ന ശമൂവേലിനെ അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ശുശ്രൂഷയ്ക്കായി നിവേദിച്ചതിനാൽ കർത്താവ് അവൾക്ക് വീണ്ടും 3 പുത്രന്മാരെയും 2 പുത്രിമാരെയും നൽകി. ഹല്ലേലൂയ. നിങ്ങൾ കർത്താവിന്റെ കാര്യങ്ങളിൽ ശ്രദ്ധാകുലരായിരിക്കുമ്പോൾ കർത്താവ് നിങ്ങൾക്ക് ലോകപ്രകാരമുള്ള അനുഗ്രഹങ്ങളും ആത്മീയ പ്രകാരമുള്ള അനുഗ്രഹങ്ങളും നൽകും എന്നാണ് ദൈവത്തിന്റെ വചനം.
അവൾക്ക് ലഭിച്ച ആദ്യത്തെ സന്തതി ആ ബാലനെ ദൈവത്തിന് വേണ്ടി കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? പിന്നെ ഹന്നയ്ക്ക് ദൈവം എന്ത് ചെയ്തു? 3 പുത്രന്മാരെയും 2 പുത്രിമാരെയും കൂടെ കൊടുത്തു. ഇപ്പൊ ഹന്നയ്ക്ക് എത്ര? 6 മക്കളാണ്. പ്രൈസ് ലോർഡ്. അതിനെക്കുറിച്ച് ഹന്ന പറഞ്ഞ ഭേദഭാഗം കൊണ്ടാണ്. ഹന്ന ഒരു പ്രവചനമൊക്കെ നടത്തി. ആ പ്രവചനത്തിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. പ്രവചനത്തിനകത്ത് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് കാണാൻ കഴിയും. അല്ലെ, യഹോവ ദാരിദ്ര്യവും ഐശ്വര്യവും നൽകുന്നു. സ്തോത്രം, ഹല്ലേലൂയ. അവൻ താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. സ്തോത്രം. 1 ശമൂവേൽ പുസ്തകം 2-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, സമ്പന്നർ ആഹാരത്തിനായി കൂലിക്ക് നിൽക്കുന്നു, വിശന്നവർ വിശ്രമം പ്രാപിക്കുന്നു, മറ്റ് 7 പ്രസവിക്കുന്നു, പുത്രസമ്പന്നയോ ക്ഷയിച്ചു പോകുന്നു. ഹന്ന ഒരു പ്രവചനം നടത്തിയ മച്ച് 7 പ്രസവിക്കുന്നു. പക്ഷെ ഹന്ന എന്ത് ചെയ്തു? 6 പ്രസവിച്ചു എന്നുള്ള അവിടെ പ്രവചനത്തിന്റെ ആ പൂർത്തീകരണം കണ്ടോ? 6 പ്രസവിച്ചു എന്നുള്ളത് സ്തോത്രം. നമ്മൾ 2 ശമൂവേലിന്റെ പുസ്തകം 2-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: അവൾ ഗർഭം ധരിച്ച് 3 പുത്രന്മാരെയും 2 പുത്രിമാരെയും പ്രസവിച്ചു. ശമൂവേൽ ബാലനോ യഹോവയുടെ സന്നിധിയിൽ വളർന്നു വന്നു. ഒരു കുഞ്ഞിനെ കൊണ്ട് ആലയത്തിൽ കൊടുത്തു. അവൾ ആദ്യമായിട്ട് പ്രാർത്ഥിച്ചു കിട്ടിയ, തന്റെ ഹൃദയത്തിന്റെ സന്തോഷമായിരുന്ന, ആനന്ദമായിരുന്ന ആമേൻ ബാലൻ ശമൂവേലിനെ കൊണ്ട് ആലയത്തിൽ വേദിച്ചു കഴിഞ്ഞപ്പോൾ പിന്നീട് ദൈവം അവളെ പിന്നെയും ഓർത്തു. അവൾ ഗർഭം ധരിച്ച് 3 പുത്രന്മാരെയും 2 പുത്രിമാരെയും ജനിപ്പിച്ചു. അപ്പൊ 5 മക്കളെ കൂടെ കിട്ടി. ശമൂവേലടക്കം 6 മക്കൾ. അല്ലേ, അത് നീ ദൈവത്തിന് വേണ്ടി നിന്നാൽ, കർത്താവിനോട് വിശ്വസ്തത കാണിച്ചാൽ, ദൈവം നിന്റെ കുടുംബത്തിനകത്ത് തലമുറകളെ തന്നനുഗ്രഹിക്കും. രക്തം ചെയ്യും. 1. 2, നിന്റെ നന്മകളെ മുഴുവൻ ദൈവം വർദ്ധിപ്പിക്കും. 3, നിന്റെ കൃഷിയാണെങ്കിൽ, നിന്റെ വ്യാപാരമാണെങ്കിൽ, നീ ചെയ്യുന്ന ജോലിയാണെങ്കിൽ അതിനകത്തെല്ലാം ദൈവം വർധനവ് തരും. അല്ലേരി, നിന്റെ തകർച്ചയെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും. നിന്റെ ഉഴൽച്ചകളെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും. നിന്റെ കണ്ണുനീർ തുടയ്ക്കുവാൻ യേശുവിന് കഴിയും. നിന്നെ ഉള്ളതുപോലെ അറിയുന്നവൻ യേശു മാത്രമാ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ സങ്കടങ്ങളെ മുഴുവൻ ഒപ്പിയെടുക്കുന്നവൻ ഒരുവനുണ്ട്, യേശുക്രിസ്തു മാത്രമാ. നിന്റെ കണ്ണുനീരൊപ്പാൻ ഈ ലോകത്തിൽ ആർക്കും കഴിയത്തില്ല. നിന്റെ കണ്ണുനീർ ഈ ലോകം ഒപ്പിയാലും വീണ്ടും നിനക്ക് കണ്ണുനീരുണ്ടാകും. എന്നാൽ യേശു നിന്റെ കണ്ണുനീർ ഒപ്പിയെടുത്താൽ, ഹല്ലേലൂയ, പിന്നെ നീ കരയേണ്ടി വരത്തില്ല. നിന്റെ ഹൃദയത്തിനകത്ത് ആനന്ദം തരും, ഹല്ലേലൂയ, സന്തോഷം തരും. ഹല്ലേലൂയ. കാരണം നിന്റെ കണ്ണുനീർ മുഴുവൻ തുരുത്തിയിലാക്കി വെക്കുന്ന ഒരു ദൈവമുണ്ട്. അത് അവന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. സമയത്ത് നിന്നെ ഓർക്കുക തന്നെ ചെയ്യും. നിന്റെ ആകുലതകളെ മുഴുവൻ മാറ്റിയിട്ട്, നിന്റെ ആകുല ചിന്തകളെ മുഴുവൻ മാറ്റിയിട്ട്, ലോകം നിന്നെ ആക്ഷേപിക്കുമ്പോൾ, ലോകം നിന്നെ പരിഹസിക്കുമ്പോൾ, ലോകം നിന്നെ നിന്ദിക്കുമ്പോൾ, അതിന്റെ നടുവിൽ നിന്നെ മാനിച്ചുയർത്തുവാൻ യേശുക്രിസ്തുവിന് കഴിയുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകലോടും പകല് നിങ്ങളിൽ പലരോടും ദൂത് പറയുക. രക്തം ചെയ്യും. വിശ്വസിക്കുന്നെങ്കിൽ ആ കരമൊക്കെ അടിച്ച് ദൈവത്തിൽ സ്തുതിച്ചൊന്ന് സ്തോത്രം പറഞ്ഞാട്ട് ദൈവത്തിന് രാമൻ കൊടുത്ത ഹല്ലേലൂയ, ഇന്ന് പകൽ ദൈവം നിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്, നീ കരഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്, നീ മനോവസരത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭാരമേറിയ വിഷയത്തിന് ഇന്ന് പകൽ എന്റെ യേശു നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോകുക. ഇന്ന് പകൽ നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് സന്തോഷത്തിന്റെ സുദിനങ്ങളായി മാറാൻ പോകുന്നു. നിന്റെ കണ്ണുനീര് തുടയ്ക്കുന്ന ദിവസമാണ്. നിന്റെ മേലുള്ള ആക്ഷേപങ്ങളും നിന്റെ മേലുള്ള പരിഹാസങ്ങളും ശാപങ്ങളും മാറിപ്പോകുന്ന ദിവസമാണ്. നിന്നെ നിന്ദിച്ചുറമത്തെ ദൈവം ഇന്ന് പകൽ മാനിക്കുന്ന ദിവസമാണ്. ഇന്ന് പകൽ തന്നെ നിന്റെ ജീവിതത്തിനകത്ത് നീ അറിയാതെ പോലും, നീ അറിഞ്ഞിട്ടില്ലാത്തത്, നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത, കണ്ണ് കണ്ടിട്ടില്ലാത്ത, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാത്ത വിധത്തിലുള്ള ചില അത്ഭുതങ്ങളെ ദൈവം ഇന്ന് പകൽ നിന്റെ ജീവിതത്തിൽ സൃഷ്ടിക്കാൻ പോവുകയാണ്. രക്തം ചെയ്യും. വിശ്വസിക്കുന്നതിൽ കരമടിച്ച് ദൈവത്തിൽ സ്തോത്രം ചെയ്ത ഹല്ലേലൂയ, അത് ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നു. രക്തം ചെയ്യും. ഹല്ലേലൂയ. നിന്റെ ഭാരങ്ങൾ മുഴുവൻ അറിയുന്നവൻ യേശുവാ. എത്ര കാലമായി മാതാവി നീ സങ്കടപ്പെടുന്നു? എത്ര കാലമായി നീ വേദനപ്പെടുന്നു? എന്റെ കേൾക്കുന്ന സഹോദരൻ, എത്ര കാലമായി നീ ഹൃദയത്തിനകത്ത് വേദനയോടെ കടന്നു പോകുന്നു? ഹല്ലേലൂയ. എന്നാൽ അതിന്റെ നടുവിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ നീ അവസരം വിട്ടുകൊടുക്കുന്നെങ്കിൽ, ഹന്നയെ പോലെ ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ നീ തയ്യാറായാൽ, മുഴങ്കാണ്ട് മടങ്ങുന്നെങ്കിൽ, എന്റെ കർത്താവ് നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നവനാ. രക്തം ചെയ്യാം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നാം ദൈവത്തിന്റെ വചനമായി കർത്താവ് ശമൂവേലിനെ ഇസ്രായേലിലെ പുരോഹിതനായും പ്രവാചകനായും ഹല്ലേലൂയ അഭിഷേകം ചെയ്തു. ശമൂവേലിന്റെ കൈകൾ കൊണ്ട് ആദ്യത്തെ 2 രാജാക്കന്മാരെ കർത്താവ് അഭിഷേകം ചെയ്തു. ആദ്യത്തെ രാജാവ് ശൗലും, 2ാമത്തെ രാജാവ് ദാവീദും. ആമേൻ. തന്റെ ജീവിതകാലം മുഴുവനും കറപാതിയാത്ത ജീവിതം ശമൂവേൽ കാത്തു സൂക്ഷിച്ചു. ഹല്ലേലൂയ. അന്ത്യം വരെ സാക്ഷ്യമുള്ള വിശുദ്ധ ജീവിതം നയിച്ചു. ഹല്ലേലൂയ. ശമൂവേൽ നമുക്ക് നല്ലൊരു മാതൃകയാണ്.
ശമൂവേൽ വളർന്നു നല്ലൊരു പ്രവാചകനായി, അല്ലെങ്കിൽ നല്ലൊരു പുരോഹിതനായി, നല്ലൊരു ന്യായാധിപതിയായി, കറപുരളാത്ത ജീവിതം നയിച്ച് ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവിനെയും രണ്ടാമത്തെ രാജാവിനെയും ദൈവം ശമൂവേലിനെ കൊണ്ട് അഭിഷേകം ചെയ്യിച്ച് നല്ല സാക്ഷ്യമുള്ളവനായി തന്റെ ജീവിതം മുന്നോട്ട് നയിച്ചത്. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, ശമൂവേലിനെ പോലെ കറപുരളാത്ത നല്ല ജീവിതം നിനക്കുണ്ടാകണം. ശമൂവേലിനെ പോലെ കറപുരളാത്ത കൈകൾ നിനക്കുണ്ടാകണം. ശമൂവേലിനെ പോലെ കറപറ്റാത്ത കണ്ണുകളും കാതുകളും ചെവികളും നാവുകളും നിനക്കുണ്ടായിരിക്കണം. ഹല്ലേലൂയ. എവിടെ നിന്റെ സാക്ഷ്യം പുറത്തു നിൽക്കത്തക്ക നിലയിൽ, എവിടെ നിന്റെ സാക്ഷ്യം പറയത്തക്ക നിലയിൽ, എവിടെ നിന്നെ കുറിച്ച് ജനം സംസാരിക്കുന്ന നിലയിൽ, നിന്നെ കുറിച്ച് ജനം സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ നാമം മഹത്വം എടുക്കുന്ന നിലയിൽ ശമൂവേലിനെ പോലെ വിശുദ്ധ ജീവിതം നയിക്കുവാൻ കഴിയണം. എന്തുകൊണ്ടാണ് ശമൂവേലിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? കാരണം ഒരു മകനില്ലാത്തതിന് പേരിൽ ഹന്ന ആക്ഷേപിക്കപ്പെട്ട ആക്ഷേപത്തിന്റെ അനുഭവങ്ങൾ മുഴുവൻ ഹന്ന ദൈവത്തിന്റെ കണ്ണുനീരിലൂടെ പ്രാർത്ഥിച്ച അവളുടെ കണ്ണുനീരിന്റെ ഫലമാണ് ശമൂവേലിന്റെ ജീവിതം ഇത്രമാത്രം ഉയർത്തപ്പെടാൻ കാരണമായി തീർന്നത്. ശമൂവേലിനെ ഇത്രമാത്രം ദൈവം മാനിച്ചത്. അതുകൊണ്ടാണ് ഹന്ന പറഞ്ഞത്, എന്നെ മാനിക്കുന്നവനെ മാനിക്കൂ എന്ന് പറഞ്ഞത്. അതെ, എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, കറപുരളാത്തൊരു ജീവിതം നിനക്കുണ്ടായിരിക്കണം. രക്തം ജയം. ഇവിടെ നാം ദൈവത്തിന് വചനം വായിക്കും. ശമൂവേൽ കൊച്ചു പ്രായം മുതൽ ദൈവശബ്ദം കേട്ടു, അതിപ്രകാരം പ്രവർത്തിച്ചു. അവൻ പ്രവാചകനായി ശോഭിച്ചതിന്റെ കാരണവും രഹസ്യവും ഇത് തന്നെയാണ്. ദൈവശബ്ദം കേൾക്കുന്നവർ പ്രവാചകനായി മാറുന്നു. പ്രിയ ദൈവമക്കളെ, നിങ്ങളും ആത്മീയ ജീവിതത്തിന്റെ തുടക്കം മുതൽ തന്നെ ദൈവശബ്ദം കേൾക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കണം. ശമൂവേലിന്റെ ചെറുപ്രായം തൊട്ട് ദൈവശബ്ദം കേട്ടു വളർന്ന് ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ദൈവശബ്ദത്താൽ നിറയപ്പെട്ട ദൈവത്തിന്റെ പ്രവാചകനായി ശമൂവേലിനെ ഉപയോഗിച്ചതുപോലെ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവ്, എന്നെ കേൾക്കുന്ന തലമുറയുടെയും പറയട്ടെ, നിന്റെ ചെറുപ്രായം തൊട്ട് തന്നെ നീ ദൈവശബ്ദം കേട്ടുകൊണ്ട് ദൈവശബ്ദത്തിന് വിധേയപ്പെട്ടുകൊണ്ട് കർത്താവിന് വേണ്ടി ശക്തമായി പ്രവചന ദൂതുകളെ നിറയപ്പെട്ട് പ്രവചന ശുശ്രൂഷകൾ ഏറ്റെടുത്തുകൊണ്ട് കർത്താവിന് വേണ്ടി ശക്തിയോടെ നിൽക്കണമെന്ന് ദൈവത്തെ ആത്മാവ് നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അത് നിങ്ങൾ ചിലരെയൊക്കെ ദൈവം തന്റെ പ്രവചന ദൂതുകൾ നിറച്ച് പ്രവചന ശുശ്രൂഷയ്ക്കായി ദൈവം വേർതിരിക്കാൻ പോകുക. ശമൂവേലിനെ വേർതിരിച്ചതുപോലെ ദൈവം നിന്നെ വേർതിരിക്കാൻ പോകുകയാണ്. രക്തം ചെയ്യ. ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾ അതിനുവേണ്ടി തയ്യാറാകണം. ഹല്ലേലൂയ. അങ്ങനെ ശമൂവേലിനെ പോലെ നിങ്ങൾ ഒരുങ്ങി കൊടുക്കുമ്പോൾ മാത്രമേ ദൈവഹിതം പൂർണ്ണമായി നിങ്ങളിൽ പ്രവർത്തിപ്പാൻ കഴിയുള്ളൂ. ദൈവത്തിന്റെ ഹിതം നിങ്ങളിൽ പൂർണ്ണമായി നിവർത്തിക്കണം. ഹല്ലേലൂയ. ചിലർ ഇന്ന് ഉണർവുകൾ ആഗ്രഹിക്കുന്നുണ്ട്. ചിലരൊക്കെ ഇന്ന് ഉണർവുകളും പ്രവചനവും ഒക്കെ ദൂതുകളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ലഭ്യമല്ലെന്നുള്ള ഹല്ലേലൂയ സ്തോത്രം. ചിലർ ആത്മീയ പ്രേരണയാൽ പ്രവചിക്കുന്നു. ചിലരെന്ത് ചെയ്യുന്നു? ആത്മീയ പ്രേരണയാൽ പ്രവചിക്കുന്നു. എന്നാൽ ശമൂവേൽ എന്താണ്? ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ദൈവശബ്ദം കേട്ട് പ്രവചിക്കുന്നു. ചിലരൊക്കെ ആത്മീയ പ്രേരണയാൽ, ചിലരൊക്കെ ആത്മീയ ഉണർവിനാലെ പ്രവചിക്കുന്നത്. എന്ന ശമൂവേൽ എന്ന് പറയുന്ന മനുഷ്യൻ പ്രവചിക്കുന്ന ദൈവശബ്ദം കേട്ട് പ്രവചിക്കുക. ദൈവശബ്ദം കേട്ട് ശമൂവേലിനെ സന്ദർശിപ്പാനായി പോയ ശൗലിന്റെ അല്ലെങ്കിൽ ശമൂവേലിനെ സന്ദർശിപ്പാനായി പോയ ശൗലിന്റെ അടുക്കൽ അവൻ എന്തെല്ലാം പറഞ്ഞുവോ അതെല്ലാം അപ്രകാരം നിറവേറി. ശമൂവേലിനെ സന്ദർശിക്കാൻ വേണ്ടി ശൗൽ ഒരിക്കൽ പോയി, തന്റെ ആട്ടുകളെ കാണാതെ പോയപ്പോൾ പോയ സാഹചര്യത്തിൽ എന്ത് ചെയ്തു? ശൗൽ അല്ലെങ്കിൽ ശമൂവേലിന്റെ അരികെ ചെന്നു. ശമൂവേൽ എന്തെല്ലാം പറഞ്ഞു അതെല്ലാം ശൗലിന്റെ ജീവിതത്തിൽ നിറവേറി. അല്ലെങ്കിൽ കർത്താവ് നിങ്ങൾക്ക് നൽകുന്ന പ്രവചനം, അല്ലെങ്കിൽ കാലത്തിലെ പ്രവചനം കർത്താവ് നിങ്ങൾക്ക് പ്രവചനം നൽകുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഭൂതകാലത്തിലും വർത്തമാനകാലത്തിലും ഭാവി കാലത്തിലുമുള്ള സകല കാര്യങ്ങൾ നിങ്ങൾ വെളിപ്പെടുത്താൻ തുടങ്ങും. ഹല്ലേലൂയ. ശമൂവേലിനെ കൂടെ അങ്ങനെ ചെയ്തത്. ഭൂതകാലത്തിലും വർത്തമാനകാലത്തിലും ഭാവി കാലത്തിലുമുള്ള സകല കാര്യങ്ങളും വെളിപ്പെടുത്തി ശൗലിനെ അറിയിച്ചതുപോലെ കർത്താവ് നിങ്ങൾക്കും പ്രവചനം തരികയാണെങ്കിൽ, നിങ്ങളും കർത്താവിന്റെ ശബ്ദത്തെ പ്രവചനാത്മാവിൽ നിറയപ്പെട്ട വ്യക്തിയാണെങ്കിൽ, ഒരു മനുഷ്യന്റെ ഒരു ദേശത്തിന്റെ ഒരു വ്യക്തിയുടെ ഭൂതകാലവും വർത്തമാനകാലവും ഭാവി കാലവും ദൈവം നിനക്ക് വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾ പ്രവചിക്കുവാൻ കഴിയുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥമായി ദൈവത്തിന്റെ പ്രവാചകനായി മാറുന്നതും ദൈവസഭയുടെ പ്രവാചകനമായി മാറുന്നതും ദൈവസഭയ്ക്ക് ആത്മീയ വർധനവ് വരുത്തുന്നതും അപ്പോഴാണ്. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ച് ഹല്ലേലൂയ സ്തോത്രം. അവിടെ ഇങ്ങനെ ഇരിക്കുന്നു, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീയ വർധന വരുത്തുന്നു, പ്രവചിക്കുന്നവൻ സഭയ്ക്ക് ആത്മീയ വർധന വരുത്തുന്നു. പ്രവചിക്കുന്നവൻ സഭയ്ക്ക് ആത്മീയ വർധന വരുത്തുന്നു.
ഹല്ലേലൂയ. പ്രവചിക്കുന്നവൻ സഭയ്ക്ക് ആത്മീയ വർധന വരുത്തുന്നു, അവിശ്വാസിക്ക് ആത്മീയ വർധന വരുത്തുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രവചനം എപ്രകാരമാണ്? ഹല്ലേലൂയ. നിങ്ങൾ ദൈവശബ്ദം കേട്ട് പ്രവചിക്കുന്നവരാണോ? നിങ്ങൾ ഉൾപ്രേരണയാൽ, ഹല്ലേലൂയ, ആത്മീയ ഉണർവിനാൽ, ആമേ സ്തോത്രം, ഹല്ലേലൂയ, നിങ്ങൾ പ്രവചിക്കുന്നവനാണോ? ഹല്ലേലൂയ. അതോ നിങ്ങൾ ദൈവശബ്ദം കേട്ട് പ്രവചിക്കുന്നവനാണോ? നിങ്ങളുടെ പ്രവചനം ഏത് ദൈവശബ്ദം കേട്ടാണെങ്കിൽ അത് യാഥാർത്ഥ്യമായിരിക്കും. ഉൾപ്രേരണയാലും ആത്മീയ ഉണർവിനാൽ പ്രവചിക്കുന്നതാണെങ്കിൽ അത് എല്ലാം ഒന്നും യാഥാർത്ഥ്യമാക്കണമെന്നില്ല. ഹല്ലേലൂയ. ശമൂവേലിനെ പോലെ ദൈവശബ്ദം കേട്ട് നീ പ്രവചിക്കണം. ഹല്ലേലൂയ. ആമേ. പിന്നത്തെ 1 ശമൂവേലിന്റെ പുസ്തകം, ഹല്ലേലൂയ, 10-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ എഴുതി വെച്ചും ഇങ്ങനെ കാണുന്നുണ്ട്: യഹോവയുടെ ആത്മാവ് ശക്തി കൂടെ നിന്റെ മേൽ വന്നിട്ട് നീയും അവരോടുകൂടെ പ്രവചിക്കുകയും നീ ആൾമാർ ഇതുപോലെ ആയിത്തീരുകയും ചെയ്യുമെന്ന് ശമൂവേൽ, ഹല്ലേലൂയ, സ്തോത്രം, ശൗലിനോട് പറയുന്നതോടെ കാണുവാൻ കഴിയും. രക്തം ചെയ്യും. ശക്തമായ പ്രവചന ദൂതുകൾ ശമൂവേലിന്റെ നാവിൽ ദൈവം കൊടുത്ത് ദൈവനെ ശക്തമായിട്ട് ഉപയോഗിച്ചു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും. പ്രിയ സ്നേഹിത, ഇന്ന് പകൽ നാം വായിച്ച വചനത്തിലേക്ക് മടങ്ങി വന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. നാം വായിച്ച വചനം എന്താണ്? ഹന്നയുടെ ഒരു പ്രാർത്ഥനയാ. ആ പ്രാർത്ഥനയുടെ മറുപടിക്ക് അവൾ നന്ദി പറയുന്നത് അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു: ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു. അതേ, ശമൂവേലിന് വേണ്ടി ഹന്ന പ്രാർത്ഥിച്ചു. ആ അപേക്ഷ ദൈവം കേട്ടു. ആ അപേക്ഷ ദൈവം അവൾക്ക് നൽകി. അതെ, അവളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആക്ഷേപങ്ങൾ, പരിഹാസങ്ങൾ മാറി. അവളെ പ്രതിയോഗി നിരന്തരമായി അവളെ അസഹ്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഇന്ന് ഹന്ന പുത്രസമ്പത്തുള്ളവളായി മാറി. ഹല്ലേലൂയ. അതെ, എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും നീ തകർന്നിരിക്കുന്ന സന്ദർഭങ്ങളിൽ, സാഹചര്യങ്ങളിൽ ദൈവം നിന്നെ മാനിക്കാൻ പോകുക, ദൈവത്തിനെ ഉയർത്താൻ പോകുക. നിന്റെ സകല കഷ്ടങ്ങളും വേദനകളും ദൈവം നീക്കാൻ പോകുക. എന്നെ കേൾക്കുന്ന യുവാക്കന്മാരോട് പറയട്ടെ, നാളുകളായിട്ട് ഹൃദയത്തിനകത്ത് ചില വിഷയങ്ങളുമായി നീ ഭാരപ്പെടുന്നുണ്ടല്ലോ. ആരോടും പറയാതെ കണ്ണുനീർ തൂക്കുന്ന ചില വിഷയമുണ്ട്. നീ പലരോടും പറഞ്ഞിട്ട് നിന്റെ ആ സങ്കടങ്ങൾ പലരും കേൾക്കാൻ കഴിയാതെ മാറിപ്പോയ ചില വിഷയങ്ങളുണ്ട്. എന്നാൽ നിന്റെ കണ്ണുനീര് കണ്ട ഒരു ദൈവമുണ്ട്. സഹോദരി, എന്നെ കേൾക്കുന്ന യുവാവ്, യുവതിയെ, എന്നെ കേൾക്കുന്ന സഹോദര, സഹോദരി, ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് നിന്റെ വിഷയത്തിൽ ദൈവം മറുപടി നൽകാൻ പോവുക. ഹന്നയുടെ പ്രാർത്ഥന കേട്ട ദൈവം നിന്റെയും പ്രാർത്ഥന കേൾക്കാൻ പോകുന്നു. തലമുറയില്ലാതെ നീ ഭാരപ്പെടുകയാണോ? ദൈവം നിനക്ക് തലമുറകളെ തരാൻ പോവുക. ആമീൻ. പുത്രോത്പാദം തടസ്സമായി നിൽക്കുന്ന സകല ബാധ്യതയെ മാറ്റി, ആമീൻ, ദൈവം നിനക്ക് പുത്രോത്പാദത്തിന്റെ ശക്തി നിന്റെ ശരീരത്തിന്മേൽ, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിൽ ദൈവം നൽകാൻ പോകുക. അബ്രഹാമിന്റെ ജീവിതത്തിൽ 100-ാമത്തെ വയസ്സിൽ ദൈവം തലമുറയെ കൊടുത്തെങ്കിൽ, ഹന്നയുടെ ജീവിതത്തിൽ ദൈവം തലമുറയെ കൊടുത്തെങ്കിൽ, സക്രിയാവിനെ ബലിസേവ്യത്തിന് ദൈവം അനുഗ്രഹിച്ചു, സക്രിയാവിനെ യോഹന്നാൻ സ്നാപകനെ ദൈവം കൊടുത്തെങ്കിൽ, എന്നെ കേൾക്കുന്ന മാതാവി, പിതാവി, നിന്റെ പ്രായം ദൈവത്തിന് വിഷയമല്ല. ദൈവം നിനക്ക് തലമുറകളെ തരാൻ പോവുക. അപ്പോൾ തന്നെ നീ പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റു വിഷയങ്ങൾക്കെല്ലാം ദൈവം മറുപടി നൽകാൻ പോയി. കണ്ണുകൾ വെച്ചാട്ട് ഇന്ന് പകൽ എന്നോടൊപ്പം ചേർന്ന് പറഞ്ഞാട്ട്: കർത്താവേ, ഹന്നയെ പ്രാർത്ഥന കേട്ട ദൈവമേ, ഹന്നയെ അനുഗ്രഹിച്ച ദൈവമേ, അവളുടെ ജീവിതത്തിന്റെ പരിഹാസത്തെ, ആക്ഷേപത്തെ, അവളുടെ ഹൃദയത്തിന്റെ ദുഃഖത്തെ, മനോവേദനയെ മാറ്റിക്കൊടുത്ത് അവൾക്ക് പുത്രസമ്പത്തുകൾ കൊടുത്ത ദൈവമേ, എന്റെ ജീവിതത്തിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സകല വിഷയത്തിനും അങ്ങ് മറുപടി നൽകണമേ എന്ന് പറഞ്ഞ് എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചാട്ട്: പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ഈ വചനം കേട്ടുകൂടി സകല ജനത്തെ അവിടെ അനുഗ്രഹിക്കണമേ. ചെറിയവരെയും വലിയവരെയും ചെറിയ കർത്താവേ, ചെറിയ വലിയൊട്ട് ചെറിയ കുടുംബത്തിൽ വരെ താമസിക്കും, കുട്ടിയോട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്നവരെ, അവിടെ വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാഷ്ട്രങ്ങൾ ഭരിക്കുന്നവർ, രാജാക്കന്മാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങളെ, ദ്വീപുകളെ, ആദിവാസി മേഖലകളെ, ട്രൈബൽ മേഖലയിൽ ഭരിക്കുന്നവരെ, അവിടെ ആയിരിക്കുന്ന ജനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അപാലവൃത്തം ജനങ്ങളെയും കരങ്ങൾ ഏൽപ്പിക്കുന്ന കരസേന, വ്യോമസേന, നാവികസേന അധികാരികളെ, കർത്താവിന്റെ ജുഡീഷ്യറിയുടെ പോലീസിന്റെ വിവിധ വകുപ്പുകളെ, ക്രമസമാധാന പാലക, നിയമ നിർമ്മാണ രംഗത്ത് നിൽക്കുന്ന വികസന വിഭാഗങ്ങളെ, അതിർത്തികൾ കാക്കുന്ന BSF, CRP അടക്കമുള്ളവരെ ഞങ്ങൾ ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവ് കരയിലും കടലും ആകാശമാർഗം വാഹനം ഓടിക്കും, വാഹനത്തിൽ യാത്ര ചെയ്യുന്ന വാഹനം ഉണ്ടാക്കുന്ന സെയിൽസ് ചെയ്യുന്നവർ, കടലോര വാസികൾ, തീരദേശവാസികൾ, മത്സ്യബന്ധന കടന്നു പോയിരിക്കുന്നവർ, സമുദ്രത്തിലെ ആഴങ്ങളിൽ, ഖനികളിലും കമ്പനികളിലും ഒക്കെ ജോലി ചെയ്യുന്ന, ഫാക്ടറികളിൽ ജോലി ചെയ്യുന്നവർ, ഹല്ലേലൂയ, കർത്താവേ, സ്തോത്രം.
സ്തോത്രം ചെറുതും വലുതുമായ എല്ലാ വഴിയോര കച്ചവടക്കാരും വ്യാപാരി വ്യവസായികളെയും കൺസ്ട്രക്ഷൻ രംഗത്ത് മെക്കാനിക് മോട്ടോർ രംഗത്ത് യൂഡി രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ ടാക്സി ഡ്രൈവേഴ്സിനെയും എല്ലാ മേഖലയിൽ ജോലി ചെയ്യുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഹകരണ മേഖലയും പൊതുമേഖലയും ബാങ്കിങ് മേഖല, വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല, ഭരണപ്രതിപക്ഷ പാർട്ടികൾ, മത സാമൂഹിക സംസ്കാര സംഘടനാ രംഗത്ത്, ചലച്ചിത്ര വാദ്യ മീഡിയ രംഗം നിൽക്കുന്നവരെ കർത്താവ് ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് മദ്യത്തിനും മൈക്കിനും പഞ്ചലഹരിയും അടിമപ്പെട്ട് തകർന്നു കിടക്കുന്ന കുടുംബ ജീവിതങ്ങൾ, കർത്താവ് ലഹരിക്ക് അടിമപ്പെട്ട് പോയവരെ, ജയിലറയിൽ കിടക്കുന്ന കഷ്ടം സഹിക്കുന്നവരെ, വിവിധ കമ്മ്യൂണിറ്റി പശ്ചാത്തലത്തിൽ അകപ്പെട്ടവരെല്ലാം ഞങ്ങളോട് പ്രാർത്ഥിക്കുകയാണ്. വിദേശ രാജ്യങ്ങൾ കടന്നുപോയി കഷ്ടം സഹിക്കുന്ന, വേദന ലഭിക്കുന്ന, വിസ നഷ്ടപ്പെട്ട, വിസ പുതുക്കി കിട്ടാതെ ഭാരപ്പെടുന്നവർ, നാട്ടിലേക്ക് കടന്നുവിടാൻ ഭാരപ്പെടുന്നവർ, കർത്താവെ സാലറി കിട്ടാതെ ഭാരപ്പെടുന്നവർക്കായി എവിടെ ചെന്ന് കർത്താവ് വിലക്കൂത്തിൽ അകപ്പെട്ട് ജീവിതം നഷ്ടപ്പെട്ടു പോയവർ, കുടുംബത്തിന് ഉത്തരവാദിത്തങ്ങളായിട്ട് വിദേശ രാജ്യത്തിൽ കടന്നുപോയി കഷ്ടം സഹിക്കുന്ന സഹോദരിമാർ എല്ലാം ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നപ്പോൾ എല്ലാവരുടെ ജീവിതത്തിൽ ഒരു പുതിയ വഴിത്തിരിവ് കൊടുക്കണമേ. കന്യയുടെ പ്രാർത്ഥന കേട്ട ദൈവമേ, ജനത്തെ അനുഗ്രഹിക്കണമേ. കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന 14 ജില്ലകളെ 3,46,00,000 തലമുറകൾ എണ്ണത്തിൽ പ്രാപ്തവരെ, കർത്താവ് അന്യ സംസ്ഥാന തൊഴിലാളികളെ പ്രാർത്ഥന 1446 വില്ലേജുകൾക്കകത്ത് ദൈവത്തിന്റെ നീതി വെളിപ്പെടണമേ. ഇന്ത്യക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവ് 240 കോടി ജനത്തിനായി 29 സംസ്ഥാന 6,00,000 ഗ്രാമങ്ങളെ ദൈവം സന്ദർശിക്കണമേ. ജനത്തെ തുടമാറാകണമേ. 7 ഭൂഖണ്ഡങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കവരിക, വടക്കേവരിക, യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക രാജ്യങ്ങൾക്കായി 800 കോടി ജനത്തിനായി പ്രാർത്ഥിക്കും. വെള്ളത്തിന്റെ സ്രോതസ്സില്ലാത്ത രാജ്യം, ഗ്രാമങ്ങൾ, നെറ്റ്വർക്കില്ലാതെ, കരണ്ടില്ലാതെ, വൈദ്യുതി ഇല്ലാത്ത സ്ഥലങ്ങൾ, അതുപോലെ പട്ടിണി, ദൂരത്തിന്, ദാരിദ്ര്യം കിടക്കുന്നവർ, ഹോസ്പിറ്റൽ സൗകര്യം, വിദ്യാഭ്യാസ സൗകര്യങ്ങളില്ലാതെ, ബസ് സർവീസുകളില്ലാതെ, മറ്റ് യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാത്ത കഷ്ടപ്പെടുന്ന അനേക പ്രിയപ്പെട്ട ലോക രാജ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ വേദനയുടെ നടുവിലൂടെ കടന്നു പോകുന്നവർ, വളരെ മുഴുവൻ പട്ടിണിയിൽ, ദാരിദ്ര്യം കടന്നുപോകുന്ന അനേക രാജ്യ ഗ്രാമങ്ങൾ, അവിടെയെല്ലാം ദൈവത്തിന്റെ നീതിയുള്ള കരം വെളിപ്പെടണമേ. പുഴകൾ തമ്മിൽ കടക്കാൻ കഴിയാതെ കർത്താവ് കഷ്ട സഹിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. അവരെല്ലാം ദൈവം വിടിവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ കഷ്ടതയുടെ പ്രയാസം നടന്നു കടന്നു പോകുന്ന രോഗികളായി കിടക്കുന്നവർ, വിവിധമായ കർത്താവ് പ്രതിസന്ധികൾ ഭാരപ്പെടുന്നവർ കാര്യം പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ ചുറ്റിലും കർത്താവ് ഈ പാപത്തിൽ വീണ് കിടക്കുന്ന ജനത്തിന് വേണ്ടി കർത്താവ് ആത്മീയ ഭാരത്തോടെ പ്രാർത്ഥിച്ച് ആത്മീയ സന്തതിയെ ജനിപ്പിക്കുന്ന വലിയൊരു തലമുറയെ ദൈവമക്കളെ, ദൈവദാസന്മാർ വീണ്ടും എഴുന്നേൽപ്പിക്കണം. കർത്താവിന്റെ ഇവരെയുമായി കേരളത്തിൽ, ഭാരതത്തിൽ, വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാർ കഷ്ടതയുടെ പ്രയാസത്തിൽ, വിപത്തിലൂടെ, പീഡയുടെ തടവിൽ കടന്നു പോകുമ്പോൾ കർത്താവിനെ മാനിക്കണമേ. സുവിശേഷം ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന വിടലും മോചനം കൊണ്ട് അധികാരികൾ ഹൃദയങ്ങളോട് ദൈവം ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതുപോലെ കർത്താവ് ഈ കാലവർഷം പലർക്കും പെയ്തിറങ്ങുന്നു. അപകടങ്ങളോ അനർത്ഥങ്ങളോ ഉൾപ്പെട്ടോ നാശനഷ്ടങ്ങളോ ജീവഹാനിയൊന്നും സംഭവിക്കാതെ കർത്താവ് സൂര്യൻ ലോക സംഭവങ്ങൾ ഓരോന്നും ഞങ്ങളെ ഞെട്ടിപ്പിക്കുന്നതാണെങ്കിലും അതിന്റെ നടുവിൽ കന്യയുടെ പ്രാർത്ഥന കേട്ട ദൈവമേ, ജനത്തിന്റെ പ്രാർത്ഥന കേട്ട് ഒരു വിടുതലയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല മുഖത്തോടെ യേശു കർത്താവിന്റെ വിരിയേറെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ.